ഞാൻ ഉണ്ടാക്കിയ കഥയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതൊരാൾക്കും വരാവുന്ന സാഹചര്യമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, പക്ഷെ അവരിറക്കി തരില്ല എന്ന് തന്നെ പറഞ്ഞ സമയത്ത് ആ ഒരു ടെൻഷനിൽ ഇത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായതാണ്. ഇല്ല, ഞാൻ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എമർജൻസി ആയിട്ട് എനിക്ക് ഇറങ്ങണമെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കാരണം പറയാത്തതിന് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളി ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് എമർജൻസി ആയിട്ട് ഇറങ്ങേണ്ടതുണ്ട്. ആ ഒരു റീസൺ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് ഇറക്കി തരുമെന്ന് ചോദിച്ചു. പക്ഷെ അവര് ഇറക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചത്? ഒന്ന് ഓർത്തു നോക്കിയേ. ബസ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായ തർക്കത്തിന് പിന്നാലെയായിരുന്നു അതിക്രമം. ഏത് മരപ്പട്ടീനാണോ കണി കണ്ടത്? ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ഇവിടെ ചോദിക്കാനും പറയുന്ന ആരുമില്ലേ? ഞാൻ കുറച്ച് ഓവറായില്ലേ? ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഇതാ എമർജൻസി ആയിട്ട് ഇറങ്ങണമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറ്റില്ലേ, ബലം പിടിക്കണ്ട, വിട്ടുകളഞ്ഞേക്ക്, അല്ലെങ്കിൽ ഇവിടെ വല്ലതും പോകും. അത്രയും വലിയൊരു ഇതിൽ ചെയ്തതല്ല. ആ ഒരു സമയത്ത് നമ്മൾ പാനിക്കായി. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടാതായി. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവരണം. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യായിരുന്നു. ആ സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിൽ സംഭവിച്ചു പോയതാണ്. വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. പിന്നീട് ആ ബസ് നേരെ പോകുന്ന അങ്ങോട്ട് താങ്കൾ ഒരു 28,000 രൂപ ഫൈൻ അടച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ പെണ്ണിവിടെ ഉണ്ടാക്കിയ സർവ്വനഷ്ടങ്ങൾക്കും പരിഹാരം കണ്ടിട്ട് പോയാ മതി. ഞാനാ മാത്രം പൊട്ടിച്ചില്ല, അതുകൊണ്ട് പൊട്ടിച്ചിട്ട് അവിടുന്ന് സംഭവം സോൾവ് ആക്കിയിട്ട് ഫൈൻ അടച്ചു. അവർക്ക് ഈ ട്രിപ്പ് മുടങ്ങിയതിനും അതുപോലെ നമ്മൾ ഈ ഗ്ലാസ് ബ്രേക്ക് പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളൊരു കുറ്റത്തിന്റെ ആ ഒരു ഫെയർ എമൗണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്തു. പണ്ടൊക്കെ ദൈവം പിന്നെ തരാമെന്നും പറഞ്ഞ് അവധി വെച്ചിരുന്നു. ഇപ്പൊ മൂപ്പരുടെ പേയ്മെന്റ് ഒക്കെ റെഡി ക്യാഷാ. അവരും പരാതിയില്ലെന്ന് ഉള്ള രീതിയിൽ ക്ലോസ് ചെയ്തതായിരുന്നു. അതിന്റെ ശേഷം ഇന്നലെയാണ് ഈ വീഡിയോ എല്ലായിടത്തും എത്തുന്നത്. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. എത്തുന്ന സമയത്ത് ഞാനാണ് എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എല്ലാ സമൂഹത്തിലുള്ള ആൾക്കാരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു കുറ്റം ഞാൻ ഏറ്റവും പറഞ്ഞു, അപ്പോളജിയും പറഞ്ഞു, ഫൈനും അടച്ചു. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ.